ഇന്നലെ വരെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുള്ളവർ പറഞ്ഞത്? അതൊക്കെ പൊളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്നലെ വരെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുള്ളവർ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും പറഞ്ഞിരുന്നില്ല, ഒപ്പമുള്ളവരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞത് വിവാഹിതയാണ് പെൺകുട്ടി, അത് മറച്ചു വെച്ചാണ് രാഹുലുമായി അടുപ്പം കൂടിയത്, രാഹുലുമായി ബന്ധമുണ്ടാക്കിയത് എന്നതാണ്. ഇത് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുപ്പമുള്ളവർ പറഞ്ഞു പരത്തുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടത് ഒരു ചതിയിലാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിക്കുകയാണ് എന്ന് പറയാം. കുഞ്ഞു വേണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിരുന്നു. അതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ടാണ് കുഞ്ഞു വേണം എന്ന് പറഞ്ഞത്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിന് അറിയില്ലായിരുന്നു പെൺകുട്ടി വിവാഹിതയാണ് എന്ന്. ഇങ്ങനെ ഒരു ചിത്രം, ചതിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചിത്രം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് കഴിഞ്ഞ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ ശ്രമിച്ചിരുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അത് പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നു. എല്ലാം സമ്മതിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷ അത് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ എല്ലാ കാര്യവും സമ്മതിക്കുകയാണ്. പെൺകുട്ടി വിവാഹിതയാണ് എന്നറിയാം, പെൺകുട്ടിയുമായി സംസാരിച്ച ശബ്ദ സംഭാഷണം എന്റേത് തന്നെയാണ്, ഞാൻ തന്നെയാണ് സംസാരിച്ചത്, പുറത്തു വന്ന ശബ്ദരേഖയിലുള്ള പുരുഷ ശബ്ദം എന്റേത് തന്നെയാണ് എന്നുകൂടി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സമ്മതിച്ച് കൊടുക്കുകയാണ്. ഗർഭിണിയായിരുന്നു, ഗർഭിണിയായതിനു ശേഷവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരെ പറയുന്നുണ്ട് ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തിനു വേണ്ടി? ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഒരു കച്ചിത്തുരുമ്പ് മാത്രം. അത് സുപ്രീം കോടതിയിൽ അടുത്ത കാലത്തുണ്ടായ വിധിയാണ്. ആ വിധിയുടെ ചുവട് പിടിച്ച് എല്ലാം നടന്നത് ഉഭയസമ്മത പ്രകാരമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക. അങ്ങനെ സ്ഥാപിച്ചെടുത്താൽ ജാമ്യം ലഭിക്കും. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം, തന്ത്രം. അത് വിജയിക്കുമോ എന്നതാണ് അറിയാനുള്ളത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള കേസ് ചെറുതല്ല. ഭ്രൂണഹത്യയുണ്ട്, ദേഹോപദ്രവമുണ്ട്, നഗ്നചിത്രം എടുത്ത അത് വെച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. ഇത് എല്ലാം ഈ ഒരൊറ്റ പോയിന്റിൽ തീർക്കാൻ കഴിയുമോ? അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ നിയമപ്രശ്നം. അത് മാത്രമേ അദ്ദേഹത്തിന്റെ മുന്നിൽ വഴിയുള്ളൂ. ഉഭയസമ്മത പ്രകാരമാണ് എല്ലാം എന്ന് സ്ഥാപിച്ചെടുക്കുക. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന, അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന, അദ്ദേഹത്തിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞ് പരത്തിയത്, അല്ലെങ്കിൽ വേറൊരു ചിത്രം അവതരിപ്പിക്കാൻ ശ്രമിച്ചത്, അതെല്ലാം മായ്ച്ചു കളഞ്ഞ് പുതിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. എല്ലാം എനിക്കറിയാം, എല്ലാം പെൺകുട്ടിക്കും അറിയാം, എല്ലാം നടന്നത് ഉഭയസമ്മത പ്രകാരമാണ് എന്നതാണ്. ഇത് മാത്രമാണ് അദ്ദേഹത്തിനുള്ള ആകെയുള്ള കച്ചിത്തുരുമ്പ്. അതിൽ പിടിച്ച് തിരിച്ചു വരാൻ കഴിയുമോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വന്നേ തീരൂ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നിലനിൽക്കണമെങ്കിൽ ജാമ്യം ലഭിച്ചിരിക്കണം, മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കണം. മുൻകൂർ ജാമ്യം ലഭിക്കാതെ പോയാൽ രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാതാകും. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് അസാധ്യമായിരിക്കും കോൺഗ്രസിൽ. കാരണം കോൺഗ്രസിൽ തന്നെ അദ്ദേഹത്തിന് നിരവധി ശത്രുക്കളുണ്ട്. അത് രാഷ്ട്രീയമായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടും ഉണ്ട്. അതിൽ മുതിർന്ന നേതാക്കൾ വരെയുണ്ട്. വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു വേള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന ഈ നീക്കങ്ങൾക്ക് എല്ലാം പിറകിൽ, അല്ലെങ്കിൽ എല്ലാം അറിയുന്ന ഒരാൾ, അത് വി.ഡി. സതീശനാണ് എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവസാന നിമിഷം വി.ഡി. സതീശൻ കളം മാറ്റി ചവിട്ടിയിരുന്നു എങ്കിലും, എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്ന ഒരു ഘട്ടം, ആ ഘട്ടം വന്നിരുന്നു. കോൺഗ്രസുകാർ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഘട്ടം വന്നിരുന്നു. ആ ഘട്ടത്തിൽ വി.ഡി. സതീശൻ നിലപാടൊന്ന് മാറ്റിയിരുന്നു, കളം മാറ്റി ചവിട്ടിയിരുന്നു. പക്ഷെ അന്ന് ഉറച്ചു നിന്ന ആളുണ്ട്, അത് രമേശ് ചെന്നിത്തലയാണ്. പ്രാദേശിക നേതൃത്വം പ്രചാരണ പരിപാടികളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയുണ്ട്. മറ്റ് നേതാക്കളെല്ലാവരും, എന്തിനേറെ പറയുന്നു കെ.സി. വേണുഗോപാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒപ്പം നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ കോൺഗ്രസിനകത്ത് ഒരു തിരിച്ചുവരവിന് എല്ലാ കളവും ഒരുക്കിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. PR വർക്ക് വളരെ നന്നായി കോടികൾ ചെലവഴിച്ച് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു.
ഇതിനെല്ലാം പണം എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യം വേറെയുണ്ട്. അത് അവശേഷിക്കുന്ന വലിയ ചോദ്യമായി നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും തിരിച്ചുവരവ് ആഘോഷമാക്കാൻ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം. അപ്പോഴാണ് ഇടുത്തി പോലെ ഈ വെളിപ്പെടുത്തലും കേസും പരാതിയും ഒക്കെ വരുന്നത്. അതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകേണ്ടി വന്നു. ഇനി തിരിച്ചു വരണമെങ്കിൽ ഒരേയൊരു വഴി ജാമ്യം, മുൻകൂർ ജാമ്യം മാത്രമാണ്. അത് ലഭിച്ചില്ല എങ്കിൽ, അറസ്റ്റിലേക്കാണ് നീങ്ങുന്നത് എങ്കിൽ, പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ഏറെ കാലം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും സുപ്രീം കോടതി വരെ പോയാലും മുൻകൂർ ജാമ്യം ലഭിച്ചേ തീരൂ രാഹുൽ മാങ്കൂട്ടത്തിന്. അതുവരെ ഒളിവിൽ കഴിഞ്ഞേ തീരൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യം എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വരെ തന്നോടൊപ്പം നിന്നിരുന്നവരെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട്, എല്ലാം സമ്മതിച്ചുകൊണ്ട്, ഉഭയസമ്മതപ്രകാരമാണ് നടന്നത് എല്ലാം എന്ന് സ്ഥാപിച്ചെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു പരാതി മാത്രമാണ് ലഭിച്ചത്. ഒരു പരാതിയുടെ പിറകെ അന്വേഷണമായി പോകുമ്പോൾ സ്വാഭാവികമായും മറ്റു പരാതികളും കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖയുണ്ട്. അതിലെ പെൺകുട്ടി ആരാണ് എന്ന് കൃത്യമായും ക്രൈംബ്രാഞ്ചിന് അറിയാം. പക്ഷെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ഒരു പരാതി ലഭിച്ച സ്ഥിതിക്ക് ഒരു സാക്ഷിയായി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മറ്റൊരു മൊഴിയായി ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയേക്കാം. അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെയും കൂടി സംഭവിച്ചാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും തിരിച്ചുവരവ് അസാധ്യമാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ ശ്രമിക്കുന്നുണ്ട്, ഒപ്പമുള്ളവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കാണ്, മൊഴി കൊടുക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും എല്ലാം സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന അവസാനത്തെ ഈ കളി, ആ കളിയിൽ അദ്ദേഹം ജയിക്കുമോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്.